മോഷണ കേസിൽ അകത്തായിട്ടുള്ള റിജോ എന്ന് പറയുന്ന ആളെ പറ്റി ഇന്നൊരു വാർത്ത ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പല ചാനലുകളിലും ഞാനത് കണ്ടു. അതായത് അയാളുടെ ഭാര്യ ഇതിൽ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലേക്ക് വരാനിരുന്ന ലീവ് വരെ ക്യാൻസലാക്കി എന്നുള്ള തരത്തിലേക്ക്. എനിക്കൊന്നത് വ്യൂസ് കൂട്ടാൻ വേണ്ടി മാത്രം ചുമ്മാതെ കെട്ടിച്ചമച്ചിട്ടതാണോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്നുള്ളത്. കാരണം വാർത്തകളെ എപ്പോഴും നമുക്ക് സത്യസന്ധമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ആ രണ്ട് പിള്ളേരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരാകെ തളർന്നായിരിക്കും ഇരിക്കുന്നത്, അച്ഛൻ ഈ മാനക്കേട് കാരണം. അപ്പം അവർക്ക് ആ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കാൻ ഒരിക്കലും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അമ്മയ്ക്ക് കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ എത്രയും പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ നോക്കത്തുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഉള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും ഈ കടം വാങ്ങിയും അല്ലെങ്കിൽ ഈ ആർഭാടം കാണിച്ച് കൂട്ടുകാർക്ക് ഇത്രത്തോളം ചെലവ് ചെയ്ത് നിങ്ങൾ ആർമാദിച്ച സമയത്ത്, ഇപ്പം നിങ്ങൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളോട് ഈ സങ്കടം പങ്കിടാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കൂട്ടുകാരെ വന്ന് കിടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം മനസ്സിലാക്കേണ്ടത്, കൂട്ടുകൂടലൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ആ കൂട്ടുകാരൊക്കെ അവരുടെ ജീവിതം ഭദ്രമാക്കി നോക്കിയിട്ടായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്. നല്ലൊരു കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ, നമ്മൾ തെറ്റായിട്ടുള്ള വഴിയിലാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഉപദേശിച്ച് നല്ല രീതിക്ക് പറഞ്ഞു തരുന്നത് ആരാണോ അവനായിരിക്കും യഥാർത്ഥ കൂട്ടുകാരൻ. അല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കാശിന് മൊത്തം കുടിച്ചും തിന്നും ഇങ്ങനെ കഴിയുന്നവന്മാരൊന്നും നമ്മുടെ കൂട്ടുകാരായിരിക്കത്തില്ല.